വലത് കാല് വെച്ച് കയറി എങ്ങനെ കയറാൻ പറ്റുമോ? ശ്വാസം വിടുന്നുണ്ടോ? എന്ത് സാധനം പറഞ്ഞ പോലെ നമുക്ക് ആർക്കും വേണ്ടാത്ത സാധനം അമ്മയ്ക്ക് കൊടുത്തതാ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ മുഴപ്പിലങ്ങാട് ബീച്ചിൽ പോയതിൻ്റെ വിശേഷങ്ങൾ പറയാനാണ് ഞാൻ വന്നത്. നാട്ടിലെത്തിയിട്ടാകുമ്പോൾ ഒരിക്കലും മിസ്സ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് ഞങ്ങളുടെ ഏറ്റവും ഫാമിലിയിൽ ഫുൾ എല്ലാവർക്കും ഒരുപോലെ ഫേവറേറ്റ് പ്ലേസ് ആയിട്ടുള്ള മുഴപ്പിലങ്ങാട് ബീച്ച്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ച്. അവിടെ എത്തിയപ്പോഴാണ് അമ്മയ്ക്ക് ഡ്രൈവ് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം. ഏട്ടനുള്ളത് കൊണ്ട് തന്നെ ഒരു ധൈര്യമൊക്കെ ഉണ്ടായിരുന്നു അമ്മയ്ക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട്. വലത് കാല് വെച്ച് കയറി എങ്ങനെ കയറാൻ പറ്റുമോ? ഇത് സീറ്റ് ഫ്രണ്ടിലോട്ട് ആയിക്കോ. ഏട്ടന്റെ കണക്കിലുള്ളത് അതൊക്കെ പഠിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് അറിയാവുന്ന സകല ദൈവങ്ങളെയും അമ്മ വിളിച്ചിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു കാറ്. അമ്മയ്ക്ക് അത്ര കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഓടിക്കാനായിട്ട്. പക്ഷെ അമ്മയ്ക്ക് ഭയങ്കരമായ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിൽ അമ്മ സ്റ്റാർട്ട് ചെയ്തു. ഇതിനു മുമ്പേ അമ്മ അച്ഛൻ പഠിപ്പിക്കുമ്പോൾ മതിലൊക്കെ ഇടിച്ചു പൊട്ടിച്ച ഒരാളാണ്. അതിനുശേഷം അമ്മ കാറ് തൊട്ടിട്ടില്ല. അതിൻ്റെ ഒരു പേടി നല്ലപോലെ ഉണ്ട്. അത് കാരണം തന്നെ ആക്സിലേറ്ററൊക്കെ കൊടുക്കാൻ കുറച്ച് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ആ സമയത്താണ് അതിലേക്കൂടി ഒരു പോലീസ് ജീപ്പ് വന്നത്. അതും കൂടി ആയപ്പോൾ അമ്മ ഉള്ളതും കൂടെ പോയി കിട്ടി എന്നുള്ളതാണ് സത്യം. എന്നാലും കുറച്ച് ദൂരം അങ്ങ് പോയപ്പോൾ മര്യാദയ്ക്ക് ഓടിച്ചു കേട്ടോ, കുഴപ്പമില്ലാതെ ഓടിച്ചു. ഓടിക്കണ്ടല്ലോ അല്ലേ? ശ്വാസം വിടുന്നുണ്ടോ? അങ്ങനെ ഡ്രൈവിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു തട്ടുകടേൻ്റെ മുമ്പിലെത്തി. തട്ടുകട എന്ന് പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു ഫീലാണ്. പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല. അങ്ങനെ ഒരു വൈബാണ് തട്ടുകടയ്ക്ക് എനിക്ക്. അവിടെ ആണെങ്കിൽ കുറേ നല്ല നല്ല സാധനങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു ചായയും, അത് വേറെ തന്നെ ഒരു ഫീലാണ്. കല്ലുമ്മക്കായ അതാണ് കേട്ടോ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ്. കുട്ടികളുടേതായ പണി മണലിലൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എൻ്റെ പണിയും സ്റ്റാർട്ട് ചെയ്തു. അവിടെ തീറ്റ തുടങ്ങി, അതിൻ്റെ കൂടെ ചായയും. ചെമ്മീൻ നിറച്ചത്, പിന്നെ കൂന്തൽ നിറച്ചത്, പിന്നെ കല്ലുമ്മക്കായ, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ എനിക്ക് കൂന്തൽ നിറച്ചത് വലിയ ഇഷ്ടമൊന്നും ആയില്ല. പക്ഷേ സ്റ്റിൽ കഴിക്കാമെന്ന് മാത്രം. കാരണം അതിന് 80 റുപ്പീസ് ആയിരുന്നു. ആ 80 റുപ്പീസിനുള്ളത് മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ ഉപ്പിലിട്ട സാധനങ്ങളും. അവിടെ നല്ല കോമഡി ആയിരുന്നു കേട്ടോ. ആ ചേട്ടൻ എനിക്ക് കുറേ ഇഷ്ടമായി. നല്ല കോമഡി ചേട്ടനായിരുന്നു. അത് കോമഡി ആയിട്ട് എല്ലാവരും മേടിക്കുന്നുണ്ട്. പക്ഷെ എന്താ സാധനം എനിക്കറിയില്ല. എന്ത് സാധനം പറഞ്ഞ പോലെ ബാംഗ്ലൂരിൽ നിന്ന് തന്നെ നോക്ക്. കോമഡി ചേട്ടനാ വിൽക്കുന്ന സാധനം എന്താണെന്നറിയില്ല. സബർ ജില്ലക്ക് പേരെന്ന് പറയാ. ആ മാങ്ങയ്ക്കൊക്കെ എത്രയാ ചേട്ടാ? മാങ്ങ ഓരോന്നോരോ സാധനം ഓരോന്ന് മാങ്ങയ്ക്കോ അതിനൊക്കെ എത്രയാ? മാങ്ങ എല്ലാം 10. ഒരു മാങ്ങ തരുമോ? ഒരു മാങ്ങയും ഒരു പൈനാപ്പിളും. ഇതെന്താ ഉപ്പിലിട്ട് വെച്ചിരിക്കുക ഈ സാധനം? ഇതിന്റെ പേരും അറിയില്ല. ഇതെല്ലാവരും ഞങ്ങൾ അങ്ങനെ ഓരോരോ സാധനങ്ങളുടെ പേര് ചോദിച്ചു. ഒന്നുപോലും വിടാതെ എല്ലാം ടേസ്റ്റ് ചെയ്തു. വയറിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഫുൾ ഉപ്പിലിട്ടത് കഴിച്ചിട്ട് വയറിന് എങ്ങനെ ഉണ്ടാവുന്നു. കുട്ടികളും ട്രൈ ചെയ്തു. ചിലതൊക്കെ ഇഷ്ടമായി, ചിലത് ഇഷ്ടമായില്ല.
എനിക്ക് അതിനകത്ത് ഇഷ്ടമായത് പൈനാപ്പിൾ മാത്രമാണ്. ബാക്കിയൊന്നും വലിയൊരു രസമൊന്നും ഉണ്ടായിരുന്നില്ല. പെയർ എന്ന് പറഞ്ഞ സാധനം പെയറൊന്നും ആയിരുന്നില്ല. എന്താന്ന് ആ ചേട്ടന് പോലും അറിയില്ലായിരുന്നു. ഞങ്ങൾക്കും മനസ്സിലായില്ല. പക്ഷേ ഒരു വികാരമൊന്നും ഇല്ലാത്തൊരു സാധനം. പിന്നെ അതിൻ്റെ കൂടെ നല്ലൊരു സംഭാരം കഴിച്ചു. അടിപൊളി സംഭാരമായിരുന്നു. എനിക്ക് പൈനാപ്പിൾ ഇഷ്ടമായത് കാരണം തന്നെ പൈനാപ്പിളിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു. എല്ലാവർക്കും ഓരോരോ കഷ്ണങ്ങൾ തിന്നാൻ കൊടുത്തു. എല്ലാവരും അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ കഴിച്ച് വയറൊക്കെ കുഴപ്പമൊന്നും ഇല്ലാതെയാക്കി നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് ആർക്കും വേണ്ടാത്ത സാധനം അമ്മയ്ക്ക് കൊടുത്തതാ. വാങ്ങിയിട്ട് എല്ലാവരും പുറത്ത് നിന്നിട്ട് പോയി. വേണ്ടെങ്കിൽ കളഞ്ഞു മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ഉണ്ട് പക്ഷേ അപ്പൊ തിന്നു. ഞങ്ങൾ ബീച്ചിലെത്തിക്കഴിഞ്ഞിട്ടാകുമ്പോഴും മെയിൻ പരിപാടി എന്ന് പറയുന്നത് ബീച്ചിൽ ഇറങ്ങി കളിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മുഴപ്പിലങ്ങാട് ബീച്ച് നല്ല സേഫ് ആയിട്ടുള്ള ബീച്ച് ആയതുകൊണ്ട് തന്നെ കുറേ ദൂരെ നമുക്ക് പോകാൻ പറ്റും. കുറേ ദൂരെ എന്ന് വെച്ചാൽ അങ്ങ് അറ്റത്തല്ല കേട്ടോ, കുഴപ്പമില്ലാതെ നല്ല സേഫായിട്ട് നമുക്ക് കളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് മുഴപ്പിലങ്ങാട് ബീച്ച്. അത് ഞങ്ങൾ എൻജോയ് ചെയ്യുകയും ചെയ്തു. കളി മാത്രമല്ല കേട്ടോ, അതിൻ്റെ കൂടെ നമുക്ക് റൊമാൻസും ഉണ്ടായിരുന്നു. ഞങ്ങൾ കൈയൊക്കെ പിടിച്ച് പാട്ടൊക്കെ പാടി ആ സൺസെറ്റിലെ കൂടെ കുറേ നേരം നടന്നു. എല്ലാവരും കൂടെ കളിച്ചു. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. എൻ്റെ 2 കുട്ടിപ്പട്ടാളങ്ങളുടെ ഹോബിയായിരുന്നു എൻ്റെ മേത്ത് ചളി വാരി എറിയുക എന്നുള്ളത്. അതിൽ നിന്ന് രക്ഷപ്പെടുന്ന സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ വിവിധ തരം കലാപരിപാടികളും നല്ല അടിപൊളി ഈവനിങ് ആയിരുന്നു. എൻജോയ് എന്താ അതെങ്ങനെയാ? ഹെർമിറ്റ് ക്രാബ്. യെസ്, എന്ത് ക്രാബ്? ഹെർമിറ്റ് ക്രാബാണ്. ആ ക്രാബിന്റെ ഷെല്ലാണ് ഇത്. ഉള്ളിലേക്ക് ചാടി എന്താ കിച്ച? അതെന്താ? പുറത്തേക്ക് വരുന്നു. മുങ്ക് വേണ്ടോ? അങ്ങനെ ഏട്ടന് ശങ്കിൻ്റെ ഉള്ളിലുള്ള ഒരു ക്രാബിനെ കിട്ടി. അതിൻ്റെ പിന്നാലെ ആയിരുന്നു പപ്പയും എൻ്റെ മൂത്ത മകനും. രണ്ടുപേർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എൻ്റെ ഇളയ മകന് എന്നെ പോലെ തന്നെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്ത പരിപാടികളായിരുന്നു ഈ ഒരു കാര്യങ്ങൾ. പക്ഷെ എന്നാലും ഞാൻ അതൊക്കെ നോക്കി ആസ്വദിച്ചു. പപ്പയും മോനും ഇതിൻ്റെ പിന്നാലെ തന്നെയായിരുന്നു കുറേ സമയത്തേക്ക് കേട്ടോ. അപ്പം ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കാലൊക്കെ കഴുകി കാറിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പായിരുന്നു. ഇത് ഞാൻ വേറൊരു വീഡിയോയിൽ കണ്ടതാണ്, കാല് കഴുകാനുള്ള ഐഡിയ. എനിക്ക് മുമ്പ് ഞാൻ വേറെയും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അത് എവിടെ പോയി എന്നറിയില്ല. അത് കാരണം ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒപ്പിക്കുന്നു. പ്ലാസ്റ്റിക് കവറിൽ കാല് കഴുകുക, അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ നല്ലൊരു അടിപൊളി ബീച്ച് ഡേ ആയിരുന്നു. ചേഞ്ച് ഒക്കെ ചെയ്തു, കാറിൻ്റെ ഉള്ളിൽ തന്നെ ചേഞ്ച് ഒക്കെ ചെയ്തു. അത് സീരിയലിൽ അഭിനയിച്ച് ഇതാ സീരിയലിൽ അഭിനയിച്ച് നല്ല പ്രാക്ടീസ് ആയി കാറിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ചേഞ്ച് ചെയ്യും. ഇവിടെ 2 കുഞ്ഞു ബേബീസ് ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരാൾ നാണിച്ചിരിക്കുകയാണ്. ഹലോ. എല്ലാവരും ചേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ബീച്ച്? ഇഷ്ടമായോ? സൂപ്പർ ആയിരുന്നോ? എന്താ ചെയ്ത ബീച്ചില്? ക്രാബ് ഇഷ്ടമായില്ല. തുങ്കുന് കിച്ചക്ക് എന്താ ഇഷ്ടമായ ബീച്ചില്? അയ്യോ നാണം വരുന്നുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പറഞ്ഞു തരൂ കേട്ടോ. അയ്യോ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, എന്നോട് സജഷൻസ് പറയാം. അതുപോലെ ഞാൻ ചെയ്യാൻ നോക്കുന്നതായിരിക്കും. അപ്പോൾ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ. ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് കാണാം. അപ്പം അതുവരേക്കും ബൈ, ടേക്ക് കെയർ.